അങ്ങനെ അതിന് രണ്ട് പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ അയാൾക്ക് അയാളുടെ സ്വാതന്ത്ര്യത്തിൽ അയാൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ കൃത്യമായിട്ട് സ്വാതന്ത്ര്യത്തോടുകൂടി സിനിമ ചെയ്യാൻ പറ്റുമ്പോഴാണ് പുതിയ പുതിയ ചിന്തകളും ഒക്കെ ഉണ്ടാകുന്നതെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചും വിശ്വസിക്കുന്നത്. പക്ഷേ ഈ ഫിലിം മേക്കർ എന്ന് പറയുന്ന ആൾ ഇന്നത്തെ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളും അത് ഈ സമൂഹത്തോടും അയാളുടെ ചുറ്റുപാടുകളോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുമാണെങ്കിൽ അത് അയാളുടെ പേഴ്സണൽ കാഴ്ചപ്പാടിൽ നിന്നാണ് അത് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇതിന് രണ്ടിനും ഇടയിലുള്ളൊരു ലൈനിലൂടെയാണ് ഓരോ ഫിലിം മേക്കറും സഞ്ചരിക്കുന്നത്. ഇപ്പം ഇപ്പം നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല. എനിക്കും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല. അപ്പം സിനിമകൾ സ്വാധീനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമകൾ എന്നെ ഒരു സിനിമയായിട്ടല്ലാതെ ജീവിതത്തിൽ അങ്ങനെ സ്വാധീനിച്ചിട്ടൊന്നുമില്ല എന്നെ. ഞാനൊരു സിനിമയും കണ്ടിട്ട് നന്നായിട്ടുമില്ല, ഒരു സിനിമയും കണ്ടിട്ട് ഞാൻ മോശമായിട്ടില്ല പേഴ്സണലി. സിനിമ കാണേണ്ട കാര്യമുണ്ടോ? ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന മാധ്യമം നമുക്ക് നിരോധിക്കാൻ പറ്റുമോ? ഇൻ്റർനെറ്റിൽ ഏതെങ്കിലും ഒരു ഡ്രഗ് ഉപയോഗിക്കേണ്ട രീതിയോ സാധനങ്ങളെക്കുറിച്ച് ഇൻ്റർനെറ്റിൽ അവൈലബിൾ അല്ലാതെ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷെ പറഞ്ഞു വരുമ്പോൾ അതിപ്പോ പറയുന്നവരോട് നമുക്ക് ചോദിക്കണം, അല്ലാണ്ട് ഇപ്പം എനിക്കറിയില്ല. അല്ല, ഇൻ്റർനെറ്റ് നമുക്ക് എല്ലാവരുടെയും ഇവിടെ ഇരിക്കുന്ന ഇത്ര ആളുകളുടെ എല്ലാവരുടെയും ഫോണിൽ ഇൻ്റർനെറ്റ് അവൈലബിൾ ആണ്. ഇൻ്റർനെറ്റിൽ നോക്കിയാൽ ഈ ലോകത്ത് നമുക്ക് ഈ ലോകത്ത് എവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഡ്രഗിനെക്കുറിച്ച് ഏത് കാര്യത്തെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടും. അത്ര ഇൻഫർമേഷൻ ഇപ്പോൾ AI ഒക്കെ വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ചോദിച്ചാൽ അങ്ങനെ കിട്ടും. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഈ കലാരൂപത്തിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ എനിക്ക് ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ആരോപണമായിട്ട് എനിക്ക് തോന്നുന്നില്ല, പേഴ്സണലായിട്ട്. സിനിമയുടെ കുഴപ്പമല്ല, ഞാനും വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നല്ലൊരു സിനിമ ചെയ്ത് നല്ലൊരു സന്ദേശമുള്ള സിനിമ ചെയ്താൽ തിയേറ്ററിൽ ആൾ പോലും ഇപ്പം വരത്തില്ല. അതാ അവസ്ഥ. ആളുകൾക്ക് ഇപ്പോൾ കൂടുതൽ നെഗറ്റീവ് കാണാനായിട്ടാണ് ആയിപ്പോയി. ഇപ്പം സമൂഹത്തിൽ ഇപ്പോൾ കൂടി വരുന്ന ലഹരിയുടെ ഉപയോഗം അവർ പറയുന്നത് സിനിമകളിൽ തന്നെ അവരെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ദിലീഷ് ചേട്ടാ, ഇപ്പം നടക്കുന്ന ചർച്ചകളിൽ നിന്ന് സിനിമകളിലുള്ള വയലൻസുകൾ ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഇനിയുള്ള സിനിമകളിൽ വയലൻസുകൾ കുറച്ചേ ചെയ്യത്തുള്ളൂ എന്നുള്ളത്. പക്ഷേ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു റൈറ്ററുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമകൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷേ കൊടുക്കുന്ന മെസ്സേജ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഇതിങ്ങനെ ചെയ്താൽ ഇങ്ങനെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നടന്നൊരു കൊലപാതകത്തിനകത്ത് ആ ഒരു കുട്ടി പറയുന്നതിനകത്ത് എനിക്ക് ക്ലിക്കായ ഒരു സാഹചര്യം വെച്ചാൽ കൂട്ടത്തിൽ നടന്ന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് കൊലപാതകമായിട്ട് കൂട്ടത്തില്ല. അത്രത്തോളം അവരങ്ങനെ ഗ്രാസ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം സിനിമകൾ ഇത്രത്തോളം നമ്മൾ തെറ്റായിട്ടാൽ ഒരു സിനിമ എന്നൊരു കലാരൂപമാണ്, അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് തെറ്റായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് പല സിനിമകൾ. അങ്ങനെ അതിന് രണ്ട് പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ അയാളുടെ സ്വാതന്ത്ര്യത്തിൽ അയാൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ കൃത്യമായിട്ട് സ്വാതന്ത്ര്യത്തോടുകൂടി സിനിമ ചെയ്യാൻ പറ്റുമ്പോഴാണ് പുതിയ പുതിയ ചിന്തകളും ഒക്കെ ഉണ്ടാകുന്നതെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചും വിശ്വസിക്കുന്നത്. പക്ഷേ ഈ ഫിലിം മേക്കർ എന്ന് പറയുന്ന ആൾ ഇന്നത്തെ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളും അത് ഈ സമൂഹത്തോടും അയാളുടെ ചുറ്റുപാടുകളോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുമാണെങ്കിൽ അത് അയാളുടെ പേഴ്സണൽ കാഴ്ചപ്പാടിൽ നിന്നാണ് അത് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇതിന് രണ്ടിനും ഇടയിലുള്ളൊരു ലൈനിലൂടെയാണ് ഓരോ ഫിലിം മേക്കറും സഞ്ചരിക്കുന്നത്. ഇപ്പം ഇപ്പം നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല. എനിക്കും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല. അപ്പം സിനിമകൾ സ്വാധീനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമകൾ എന്നെ ഒരു സിനിമയായിട്ടല്ലാതെ ജീവിതത്തിൽ അങ്ങനെ സ്വാധീനിച്ചിട്ടൊന്നുമില്ല എന്നെ. ഞാനൊരു സിനിമയും കണ്ടിട്ട് നന്നായിട്ടുമില്ല, ഒരു സിനിമയും കണ്ടിട്ട് ഞാൻ മോശമായിട്ടില്ല പേഴ്സണലി. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. ഞാൻ ഞാൻ ചെറുപ്പം പോലെ സിനിമ കാണുന്ന ആളാണ്. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഒരു സിനിമ കണ്ടെന്ന് കരുതി സിനിമയാണെന്നുള്ള ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സിനിമയെ കാണുന്നതിനെ അങ്ങനെ എടുത്ത് തലയിൽ വെക്കുന്ന ആളല്ല ഞാൻ. ഇത് പേഴ്സണലിയാണ് ഞാൻ പറയുന്നത്. ഇതിപ്പം മൊത്തത്തിൽ എങ്ങനെയാണ് സ്വാധീനിക്കുക എന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ആ ബോധ്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ അങ്ങനെ സെൻസർ നിയമങ്ങളെയൊക്കെ കുറച്ചും കൂടെ കൃത്യത പറയുക. നമുക്കിതെല്ലാം ഉണ്ട്, പക്ഷേ ഇത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം സംശയമാണ്. ഇപ്പം കുട്ടികൾ കാണേണ്ട സിനിമകൾ കുട്ടികളെ കാണിക്കുക, കുട്ടികൾ കാണേണ്ടാത്ത സിനിമകൾ കുട്ടികളെ കാണിക്കാതിരിക്കുക. അത് ഓരോരുത്തരുടെയും അത് പേരൻസിൻ്റെ അടക്കം ഉത്തരവാദിത്വമാണ്. ഇത് അഡൽട്സ് മാത്രം കാണേണ്ട ഒരു സിനിമയാണെന്ന് പരസ്യം ചെയ്യുകയും പേരൻസ് തന്നെ കുട്ടികളെ കൊണ്ട് അതിലേക്ക് കാണിക്കാൻ പോവുകയും ചെയ്തിട്ട് സിനിമയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടാ, കാരണം ഇപ്പൊ നടക്കുന്ന പല കാര്യങ്ങളും സിനിമയ്ക്കാണ് കുറ്റം വരുന്നത്. സിനിമയാണ് എല്ലാത്തിനും. ഇപ്പൊ പാർട്ടിക്കാർ പോലും പറയുന്നത് സിനിമകളാണ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ തന്നെ ലഹരിയുടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, സിനിമ എന്തെല്ലാം നല്ല മെസ്സേജ് ചെയ്യുന്നു. ഈ സമൂഹമൊക്കെ എന്നെ നന്നാണ്ടിതാണ്. എത്രയോ നല്ല സിനിമകൾ വരുന്നു. അപ്പോൾ അത് ഇപ്പോൾ മോശ സാധനം സ്വാധീനിക്കുന്ന പോലെ തന്നെ നല്ലത് സ്വാധീനിക്കണ്ടേ? എനിക്കതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. ഇത് പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അത് ഭയങ്കര അങ്ങനെയായിട്ട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനെ സ്വാധീനിക്കണ്ടേ? നമുക്കിപ്പോൾ നല്ലൊരു സിനിമ ചെയ്ത് നല്ലൊരു സന്ദേശമുള്ള സിനിമ ചെയ്താൽ തിയേറ്ററിൽ ആൾ പോലും ഇപ്പം വരത്തില്ല. അതാ അവസ്ഥ. ആളുകൾക്ക് ഇപ്പോൾ കൂടുതൽ നെഗറ്റീവ് കാണാനായിട്ടാണ് ആയിപ്പോയി. ഇപ്പം സമൂഹത്തിൽ ഇപ്പോൾ കൂടി വരുന്ന ലഹരിയുടെ ഉപയോഗം അവർ പറയുന്നത് സിനിമകളിൽ തന്നെ അവരെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നു എന്നാണ് പറയുന്നത്.
സിനിമ കാണേണ്ട കാര്യമുണ്ടോ? ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന മാധ്യമം നമുക്ക് നിരോധിക്കാൻ പറ്റുമോ? ഇല്ല. ഇൻ്റർനെറ്റിൽ ഏതെങ്കിലും ഒരു ഡ്രഗ് ഉപയോഗിക്കേണ്ട രീതിയോ സാധനങ്ങളെക്കുറിച്ച് ഇൻ്റർനെറ്റിൽ അവൈലബിൾ അല്ലാതെ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ പക്ഷെ പറഞ്ഞു വരുമ്പോ അതിപ്പോ പറയുന്നവരോട് നമുക്ക് ചോദിക്കണം, അല്ലാണ്ട് ഇപ്പം എനിക്കറിയില്ല. അല്ല, ഇൻ്റർനെറ്റ് നമുക്ക് എല്ലാവരുടെയും ഇവിടെ ഇരിക്കുന്ന ഇത്ര ആളുകളുടെ എല്ലാവരുടെയും ഫോണിൽ ഇൻ്റർനെറ്റ് അവൈലബിൾ ആണ്. ഇൻ്റർനെറ്റിൽ നോക്കിയാൽ ഈ ലോകത്ത്, നമുക്ക് ഇന്ത്യ എന്നല്ല, ഈ ലോകത്ത് എവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഡ്രഗിനെക്കുറിച്ച് ഏത് കാര്യത്തെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടും. അത്ര ഇൻഫർമേഷൻ ഇപ്പോൾ AI ഒക്കെ വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ചോദിച്ചാൽ അങ്ങനെ കിട്ടും. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഈ കലാരൂപത്തിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ എനിക്ക് ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ആരോപണമായിട്ട് എനിക്ക് തോന്നുന്നില്ല, പേഴ്സണലായിട്ട്. സിനിമയുടെ കുഴപ്പമല്ല, ഞാനും അങ്ങനെ വിശ്വസിക്കുന്നു.